ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് കൊട്ടിയൂർ പോവാണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഇത് അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്ന ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഒരു 7:30 ആകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബ്ലോക്കിൽ പെട്ടു ഗായ്സ്. ഇനിയൊരു 7 കിലോമീറ്റർ എങ്ങാനും പോകാനുണ്ട്. അപ്പോഴത്തേക്കും ബ്ലോക്കിൽ പെട്ടു. ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മൾ 4 പേരാണ് കേട്ടോ ഉള്ളത്. അച്ഛനും ഞാനും അമ്മയും പിന്നെ മൂത്തയും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊട്ടിയൂരിലെത്തി ഗായ്സ്. നമ്മൾ ആനയ്ക്ക് ചക്കയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഇപ്രാവശ്യം പോകുമ്പോൾ എന്തെങ്കിലും പഴമോ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും പൈസയൊക്കെയാണ് കൊടുക്കുന്നത് ആനേൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് ഇപ്രാവശ്യം പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അക്കരെ കൊട്ടിയൂരിലേക്ക് പോയിട്ട് വന്നു. ഇനി നമ്മൾ ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോവാണ്. നല്ല വെയിലും ഉണ്ട്, നല്ല തിരക്കും ഉണ്ട്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടെല്ലാം ഇറങ്ങി. ഞാൻ മാത്രമേ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട് അച്ഛനും അമ്മയും മൂത്തയും ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയല്ലോ ആ തിരക്കിൻ്റെ ഇടയിൽ തൊഴുതിട്ടിറങ്ങി. അതിനുശേഷം നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് തിരിച്ച് അക്കരെ കൊട്ടിയൂരാണ് നമ്മൾ വണ്ടി വെച്ചത്. സാധാരണ ഇക്കരെ കൊട്ടിയൂരായിരുന്നു. അപ്പോൾ ഇപ്പുറത്ത് ഭയങ്കര തിരക്കായിരുന്നു. വലിയ എന്താ പറയുക, ടൂറിസ്റ്റ് ബസ്സിൻ്റെ അങ്ങനെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ചെറിയ വണ്ടികളെല്ലാം അക്കരെ കൊട്ടിയൂരായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പോകാൻ ഭയങ്കര ടാസ്ക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് പോവാണ്. എൻ്റെ കയ്യിലൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ചെടിച്ചട്ടിയും എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടി കയറിയിരുന്നു. ഭയങ്കര വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നടന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല വിശപ്പുണ്ട്. രാവിലെ ഫുഡ് കഴിച്ചതായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ച് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്കായിരുന്നു. കുറേ നേരം ആ ബ്ലോക്കിൽ പെട്ടിങ്ങനെ ഇരുന്നു. എനിക്കാണെങ്കിൽ നല്ലപോലെ ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടു ഗായ്സ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. കൊട്ടിയൂരിലേക്ക് പോകുന്നവർക്കും വരുന്നവർക്കെല്ലാം എവിടെയെങ്കിലും അവിടെ ഇവിടെയൊക്കെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എവിടെയെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. കാരണം ഓൾറെഡി നമ്മൾ ലേറ്റായിട്ടുണ്ടായിരുന്നു. കുറേ നേരം ബ്ലോക്കിലൊക്കെ പെട്ടിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ലേറ്റായി. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പായസമാണ് ഇഷ്ടമായത്. പ്രഥമനായിരുന്നു. അടിപൊളി പായസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ നാട്ടിലെത്തി. അപ്പോൾ അച്ഛൻ നമ്മളിവിടെ ഇറക്കിയിട്ട് പോയതാണ്. സിമൻറ്റും അങ്ങനത്തെ എന്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പം നമ്മൾ വീട്ടിലെത്തി, പുറത്ത് നല്ല മഴയാണ്. അപ്പം നമ്മൾ ചൂട് ചായയും അവിലും മിക്സ്ചറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ മഴ തോന്നിട്ട് വേണം അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാൻ. അങ്ങനെ നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ മൂത്തേക്ക് ബസ്സിന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ അങ്ങോട്ടേക്കാണല്ലോ പോകുന്നത്. പിന്നെ മാമൻ്റെ വീട്ടിലൊന്ന് കയറാനുണ്ടായിരുന്നു. വീഡിയോ എന്തെങ്കിലും പറ. ഹായ്, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു കൊട്ടിയൂർ യാത്ര? വളരെ നന്നായിരുന്നു. എന്നിട്ട് ക്ഷേത്രത്തിൽ കയറിയോ? കയറിയിട്ടില്ല. 3 പേരും കയറിയിട്ടില്ല, ഞാൻ മാത്രമേ കയറിയിട്ടുള്ളൂ. ഫുഡോ ഇല്ല, ഞാൻ മാത്രമേ. അടിപൊളിയായിരുന്നു, പക്ഷെ കുറേ ഞാൻ മാത്രമേ ഫുഡ് കഴിച്ചിട്ടുള്ള മര്യാദക്ക്. ഏടെ ആയിട്ടില്ല തിന്നിട്ട്. അത് ചോദിച്ചു വാങ്ങണേനു. ഉണ്ടായിരുന്നു ഇന്നത്തെ കൊട്ടിയൂർ യാത്ര? ഭയങ്കര തിരക്കായിരുന്നു. ബ്ലോക്ക് ഉണ്ടായിരുന്നോ? ബ്ലോക്ക് 1 മണിക്കൂർ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ബേക്കറി കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അച്ഛൻ കുറച്ച് മുട്ടായൊക്കെ മേടിച്ചു തന്നു. പിന്നെ 2 ചിപ്സും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, 2 ലേസ്. അപ്പോൾ അതും കഴിച്ചുകൊണ്ട് ഞാനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ചിപ്സും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളവിടെ എത്തി. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് മാമൻ്റെ വീട്ടിലേക്കാണ്. നമ്മളെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് കുടയും ചൂടി വരുന്ന കണ്ടോ ഗൈസ് മൂത്ത. നമ്മൾ മാമൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം നേരെ അമ്മയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഞാൻ എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ട്. പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഞാൻ ആ ഓഡിയോ കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു തറവാട് വീടാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വരുമ്പോൾ കല്ലുമ്മക്കായ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മൂത്തേന് ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ കല്ലുമ്മക്കായ്. വീട് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇപ്പം കുറച്ച് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട് മൂത്തയുടെ പുതിയ വീടാണ് കേട്ടോ. വീടിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? എത്ര നാളായി കണ്ടിട്ട്? കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ കാണുന്നത്. വരൂ വരൂ വരൂ. ഗുഡ് ബൈ. Few moments later. കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരി കച്ചോര. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഇത് വലിയ വെളിച്ചത്തിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഇടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ടാറ്റാ.